ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ലാഹുലവല. ഇന്നൊരു സ്കിൻ കെയർ റൊട്ടീൻ ആട്ടോ. ഇതെന്താണെന്നും എങ്ങനെയെന്നും നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഉലുവയുടെ ഫേസ് പാക്കാണ്. ഉലുവയും മിൽക്കും കൂടെ ചേർന്നിട്ടുള്ളതാട്ടോ. അപ്പോൾ ഉലുവ വറക്കും ഇതാക്കൊന്നും വേണ്ട. ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് ഉലുവ വറുത്തിട്ട് വേണോ പിടിക്കാൻ, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. മിക്സിൻ്റെ ജാറിൽ വെള്ളം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. നല്ല തരിയൊന്നുമില്ലാതെ നല്ല പൗഡർ ആക്കാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. ഇതൊറ്റ യൂസിനല്ല, നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുള്ളല്ലോ. നമ്മളിപ്പോൾ വീക്കിലി 1 2 3 തവണക്കല്ലേ യൂസ് ആക്കുക. അപ്പോൾ അത്രയും 1.5 സ്പൂണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുക. അപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് പൊടിച്ച് വെച്ചാൽ ഇന്നും ഈ പണി എടുക്കണ്ടല്ലോ. അങ്ങനെയായിട്ട് ഇതിപ്പോൾ 2-3 ആഴ്ചക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് ഒരു 1.5 സ്പൂണാണ് പൗഡർ എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് പാലാട്ടാ ചേർത്ത് കൊടുക്കണം. കൊപ്പിലോ പാല് വെച്ച് നിന്നെ പാല് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാളാം. പാല് ചേർന്ന് കൊടുക്കടയിൽ വലിയ അളവും കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഓനാണ് പാലിൻ്റെ മുതലാളി. അപ്പം ഞാൻ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടി തരുമോ? കുറച്ചും കൂടി പാല് തരുമോ? നിർത്തണ്ട, ഇത്ര പോരെ ഗൈസ്, കുറച്ചും കൂടി വേണം. കാരണം ഇത് ഇനിയും ഇരുന്നാലും ഒന്നും കൂടെ ഒന്ന് കട്ടിയാവും. ഇപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആലോചിച്ച് കൊടുക്കണം. പിന്നെ ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിലാട്ടോ വെക്കണേ. കുറച്ചോ? അമ്മച്ചി കുറച്ചെടുക്കുള്ളൂ കേട്ടാ. കുട്ടികൾ തേക്കൂലത്. എത്ര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇരിക്കും തോറും ഇതിങ്ങനെ കട്ടിയും കണ്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ചൊക്കെ പാല് പാർന്നു കൊടുക്കുക കേട്ടോ. പാലാണെങ്കിൽ ഓനോട് കയ്യും കാലും പിടിച്ചുകൊണ്ടുകൊണ്ട് വലിയ ഇഷ്യൂവിന്. ഇനി ഉണ്ടല്ലോ, ഈ കുറച്ച് പാല് ഫസ്റ്റ് നമ്മൾ മുഖത്ത് തേക്കാൻ കൊടുക്കണം. അപ്പോൾ ഈ ഒരു കുപ്പിയിൽ ഇത്രയും പാലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പാക്ക് ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കൂളാവണ നല്ലതല്ലോ നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് പാലിനെ കേട്ടോ മുഖത്ത് അപ്ലൈ ചെയ്യണത്. ഇതെന്തെന്ന് വെച്ചാൽ ഇത് നല്ലൊരു മോയ്സ്ചറൈസാണ്. അപ്പോൾ നമ്മളിപ്പോൾ പാക്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ പാക്ക് ഇടണില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇതിങ്ങനെ ചെയ്യുന്നത് നല്ലതാട്ടോ. നമ്മുടെ മുഖത്തിന് നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടും. കാരണം ഇതിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയതുകൊണ്ട് തന്നെ ഫേസിന് എക്സ്ഫോളിയേഷൻ ചെയ്യാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. കണ്ണടക്കടാ, കണ്ണടക്ക്, ആവുറുങ്ങ്. ലായില, മുഹമ്മദു, അല്ലല്ല, പച്ചോനെ, ആവുറുങ്ങ്. കണ്ണിമ്പ്. ഗുഡ് ബോയ്. കണ്ണ് തുറക്കരുത് കേട്ടാ. അപ്പോൾ ഈ പാല് തേച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാക്ക് ഇടാൻ പാടുള്ളൂ കേട്ടോ. അത് നമ്മളെ മുഖത്തിന് ടച്ച് ആയതിൻ്റെ ശേഷം. അപ്പോൾ ആ ഒരു സമയം ഞാനിങ്ങനെ മോനെ ഉറക്കി. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. അതും നമ്മുടെ ഈ ഒരു കാര്യത്തിൽ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലായതുകൊണ്ട് എനിക്ക് നല്ല സമാധാനമാണ്. അതിമ സമയം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ. വെള്ളം കുടിക്കുന്നത് നമ്മൾ സ്കിന്നിനായാലും നമ്മൾ ആരോഗ്യത്തിൻ്റെ എല്ലാ കാര്യത്തിനും നല്ലതാട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ അതൊന്നും കൂടെ കട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതെന്തെന്ന് വെച്ചിട്ടാ, ഇത് നമ്മൾ വിചാരിക്കും ഇത് മുഖത്ത് ഇങ്ങനെ പിടിക്കണില്ലേ ഫുള്ള് കണ്ട്. പക്ഷേ അത് അത്യാവശ്യം മുഖത്ത് ആവും കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്നാണ്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി, ആവും അങ്ങനെ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ഉലുവ പറഞ്ഞാൽ ഹെയറിനെ പോലെ തന്നെ സ്കിന്നിനും നല്ലൊരു ഐറ്റാട്ടോ. ഇപ്പോൾ ചിലരുടെ മുഖത്തൊക്കെ കാണാം കൂടുതൽ എണ്ണ ഉള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചാൽ വേഗം മുഖക്കുരു വരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ വരുന്നതൊക്കെ ഇത് തടയാൻ സഹായിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ട് ഇത് നമ്മൾ മുഖത്തൊക്കെ തേക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ നൽകും. അതുമാത്രമല്ല, നമ്മുടെ മുഖത്ത് മുഖക്കുരു വന്ന പാടുകൾ ഐറ്റംസ് ഉണ്ടാവുമല്ലോ, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതിൻ്റെ പുറമെ നന്നായിട്ട് കറുത്ത പാടുകളുണ്ടാവും. അതേപോലെ എൻ്റെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ കണ്ണിൻ്റെ താഴെക്കറ്റ് ഒരു കറുത്ത കുരു പോലെ, ഒരു കുഞ്ഞി കറുത്ത അതുപോലെ ഒരു കുരു പോലെ, അതൊക്കെ നന്നായിട്ട് ഇത് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഫീൽ ആയതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യത്തിൽ വലിയ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല.
ഞാൻ തേച്ചിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഇത് പറ്റണം എന്നില്ല. കൂടുതൽ ഇത് യൂസ് ചെയ്യണത് ഡ്രൈ സ്കിന്നേർക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം നമ്മുടെ മുഖമൊക്കെ വരണ്ട മുഖമാണെന്നുണ്ടെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആക്കാനും നല്ലൊരു ഫ്രഷ് തരാനൊക്കെ ഈ ഫേസ് പാക്ക് അടിപൊളിയായിട്ട്. അതൊക്കെ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. പിന്നെ ചിലർക്കൊക്കെ ഇത് അലർജി ഉണ്ടാക്കിയേക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യുക, നമ്മളെ കൈയിൻ്റെ ഉൾഭാഗത്ത് ഇത് ഒന്ന് തേച്ച് നോക്കിയിട്ട് ചൊറിച്ചിലോ അല്ലെങ്കിൽ കൈയിന് ചുവപ്പ് നിറവൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ. അങ്ങനെയുണ്ട്. നമുക്ക് നമ്മുടെ സ്കിന്നിന് യോജിക്കണ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇത് എന്താ പറയുക, നമ്മൾ കഴുകി കളയുമ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യണവരാണ് അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെ സ്കിന്നിനെ നോക്കിയിട്ട് നമ്മൾ ആ സാധാ സോപ്പ് കൊണ്ടാണ് കുളിക്കണത് അല്ലെങ്കിൽ മുഖം കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിസൾട്ടും കിട്ടില്ല കേട്ടോ. ഒന്നുകിൽ ഞാനിപ്പോൾ കാണിച്ച അലോവേരയുടെ അങ്ങനത്തെ ബാത്തിങ് സോപ്പ് മേടിക്കാൻ കിട്ടും, അത് മേടിക്കുക. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ നമുക്ക് എന്തായാലും ബേബി സോപ്പ് അല്ലെങ്കിൽ പിയേഴ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ട്, അപ്പോൾ നമ്മുടെ മുഖം കഴുകുമ്പോൾ നമ്മൾ ആ ഒരു സോപ്പ് യൂസ് ചെയ്തിട്ട് വേണം കഴുകാൻ. എന്നാൽ അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. എനിക്ക് പേഴ്സണലി യൂസ് ആയ കാര്യമാണ്. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെതാ നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസ് കൊടുക്കുക. ഈ പോൺസിൻ്റെ ക്രീമാട്ടോ ഇത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ സ്കിൻ കെയർ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ലൊരു നൈറ്റ് ക്രീമാണ്. ഇത് ഞാൻ എന്താ പറയുക, ഇത് ഇപ്പോൾ തീർന്നിട്ടുണ്ട് ബോട്ടിൽ, എന്നാലും ഞാൻ വേറൊരു ബോട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും എനിക്കെൻ്റെ സ്കിന്നിന് നല്ല യൂസ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത്. ഈ ഒരൊറ്റ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാൻ വേറെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണില്ല. അത്രയ്ക്കിത് എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് റെക്കമെൻഡ് ചെയ്തത്. പക്ഷേ എനിക്ക് എന്താ പറയുക, ഇതിൻ്റെ സ്കിന്നിന് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിൽ വന്ന മാറ്റമൊന്നും എനിക്ക് കാണാം. ഈ ഒറ്റ യൂസിലൊന്നും ഞാൻ മറ്റുള്ളവർ തള്ളി മറിക്കണ മാറിയിട്ട് വെളുത്ത് പാറ അങ്ങനെയൊന്നും പറയണില്ല. നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം നമ്മുടെ സ്കിന്നിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ പാക്ക് എന്നല്ല വേറെ ഏത് പാക്ക് ഇട്ടാലും നമ്മളൊരു 15 മിനിറ്റായി കഴുകി കളയണം കേട്ടോ. അല്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ മുഖത്തിന് വേറെ എന്തെങ്കിലും പ്രശ്നം വരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.